അസ്സലാമു ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാബ് മാങ്ങ ഇട്ടിട്ടുള്ളൊരു തേങ്ങ അരച്ചൊരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിനും അപ്പത്തിനും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ക്രാബിൻ്റെ ഒരു കറി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാലിൻ്റെ പീസൊക്കെ വലിയ കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുരിങ്ങക്കായാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് നമ്മൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 4 പച്ചമുളക്, പിന്നെ പച്ചമാങ്ങ പുളിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങയാണ് ഇടുന്നത്. അത് ചില മാങ്ങക്ക് നല്ല പുളിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഓരോ മാങ്ങക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 2 ഇട്ടു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. ഇത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ മീൻ കറിക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുഴിയുള്ള ടൈപ്പ് ചട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടി എടുത്തിട്ടുള്ളത്. നിങ്ങളിത് കാണുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തിരി വലിയ ചട്ടിയിലിട്ട് ചെയ്തുകൂടിയെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ക്രാബ് വറുത്തരച്ചൊരു കറിയും ക്രാബിൻ്റെ ഒരു റോസ്റ്റും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരും. അപ്പോൾ ഞണ്ടാണെങ്കിലും തന്നെ പെട്ടെന്ന് വേവും. മാങ്ങയായാലും മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വേവിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞണ്ടിനായാലും അധികം വേവില്ല. പിന്നെ മുരിങ്ങക്കായും പെട്ടെന്ന് വേവും. മാങ്ങയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ച് ഈ തേങ്ങയൊക്കെ നന്നായി ആ തേങ്ങയുടെയൊക്കെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായി ഒന്ന് തിളച്ചൊന്ന് വറ്റട്ടെ കേട്ടോ. കുറച്ചൊന്ന് കറി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂടി വയ്ക്കാത്തത്. കുറച്ച് എൻ്റെ കയ്യിലുള്ള പിന്നെ ചട്ടി എന്ന് പറയുന്നത് വലിയ കുഴിയുള്ള ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കറി കാണാനായിട്ട് പുറമേക്ക് ക്യാമറയിൽ കൂടി നന്നായി കാണണമെന്നുണ്ടെങ്കിൽ ചട്ടി ചെറുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചട്ടി എടുത്തത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. അതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് വഴറ്റാം. അതൊന്ന് വഴന്നൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കണം. കറി നന്നായി കുറുകി വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് മൊരിച്ചെടുക്കാം. ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയോ നോർമൽ മുളക് പൊടിയോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ വറ്റി അതിൻ്റെ ക്രാബും മറ്റേ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇത്ര തിക്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നിങ്ങൾക്ക് ലൂസാക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇത്തിരി നല്ല തിക്കിലാണ് ഗ്രേവി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്